കൊല്ലം തീരദേശം മാലിന്യ കൂനകളാൽ നിറയുന്ന കാഴ്ചയാണിത്. പോർട്ട് മുതൽ മൂതാക്കര വാടി ഹാർബർ പരിസരം വരെ മാലിന്യം കൊണ്ട് കുന്നുകൂടിയിരിക്കുന്നു. ശരിക്കും ചണ്ടി ഡിപ്പോയ്ക്ക് സമാനമായ രീതിയിലാണിവിടെ. മൂക്കുപൊത്താതെ ഇതുവഴി കടന്നു പോകാൻ കഴിയുകയില്ല. കൊതുക് പെരുകി ഡെങ്കിപ്പനി ഉൾപ്പെടെ പടർന്നു പിടിച്ചിട്ടും അധികൃതർ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. ഏതായാലും ഈ മാലിന്യ കൂനയ്ക്ക് മുന്നിൽ നിസ്സഹാരായി നോക്കി നിൽക്കുകയാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ. മാലിന്യം തേടിയെത്തുന്ന തെരുവു നായ്ക്കളുടെ കടിയേക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതൊക്കെയാണെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കുമെന്നോ കടലിന്റെ മക്കൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഈച്ചയും കൊതുകും ഇവിടെ പെരുകുന്നുണ്ട്. അഴുകിയ നിലയിലും പുഴുവരിച്ച നിലയിലുമാണ് ചില സ്ഥലങ്ങളിലെ കാഴ്ച. തീരത്തോട് ചേർന്ന് ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നു. മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന കെട്ടിടങ്ങൾക്ക് സമീപം വരെയാണ് മാലിന്യങ്ങൾ ചിതറിക്കിടക്കുന്നത്. ഇതൊന്നും ഇവിടുത്തുകാരുടെ മാത്രം മാലിന്യമല്ല. നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് ഇവിടേക്ക് വലിച്ചെറിയപ്പെട്ടവയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വിഷയത്തെക്കുറിച്ച് ഇവരാരും തന്നെ പ്രതികരിക്കാത്തത് ആരെങ്കിലും ഭയന്നിട്ടാണോ എന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആശങ്കപ്പെടുന്നത്. പരാതികൾ പറയാത്ത ഇടമില്ലെന്നും പക്ഷെ പരിഹാരം ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു. പ്രശ്നം പരിഹരിക്കാമെന്ന വാഗ്ദാനം മാത്രമാണ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. ഇതിൽ ചവിട്ടിപ്പോകേണ്ട അവസ്ഥയാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നത് മൂലം വള്ളങ്ങൾ നിർത്തിയിടാൻ പോലും സൗകര്യമില്ലെന്നും ഇവർ പറയുന്നു. ഇത്രയും മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ടും അവ പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കാത്തതും മാലിന്യം സ്ഥിരമായി നിക്ഷേപിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കി നൽകാൻ സാധിക്കാതെ പോയതും കഴിഞ്ഞ കാലങ്ങളിലെ നഗരസഭാ ഭരണത്തിന്റെ പരാജയമാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. വാടി ഹാർബറിനോട് ചേർന്ന് കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോർപ്പറേഷൻ നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഇനിയും ടൺ കണക്കിന് മാലിന്യങ്ങൾ ഇവിടെയുണ്ട്. ആരോഗ്യ വിഭാഗം അധികൃതരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. മാലിന്യമല ഉയർന്നതോടെ പോർട്ട് മുതൽ വാടി വരെയുള്ള സ്ഥലം തെരുവുനായ്ക്കളുടെ താവളമായി മാറിയിരിക്കുന്നു. മാലിന്യം കൺമുമ്പിൽ കുമിഞ്ഞുകൂടുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ ഈ മനുഷ്യർക്ക് കഴിയുന്നുള്ളൂ. വിസ്മയ ന്യൂസ്, കൊല്ലം.